ഭൂതകാല സംസ്കാരത്തെ, നമ്മുടെ പൂർവ്വസൂരികളെ, നമ്മുടെ പിതാമഹന്മാരെ ഒക്കെ ഓർത്തുപോകുന്ന നാടൻ പാട്ടിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. ഒരുപക്ഷെ പലതും നമ്മുടെ കണ്ണ് നിറയ്ക്കും. നമ്മൾ ഒരു ജന്മാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ പൂർവ്വസൂരികളൊക്കെ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. മണ്ണിൽ വേർപ്പ് വിതച്ചവർ തന്നീണമായി വന്നു, അന്നു പാടിയ പാട്ടിൽ ഊഞ്ഞാലാടി മലയാളം എൻ്റെ മലയാളം എന്ന കവിതയിൽ ONV സാറ് നാടൻ പാട്ടിനെ ഓർക്കുന്നത് അങ്ങനെയാണ്. മണ്ണിൽ വേർപ്പ് വിതച്ചവർ തൻ ഈണമായി വന്നു. നമ്മുടെ മാതാവ് കൈരളി പണ്ടൊരു പൊന്മണി പൈതലായി വാണ കാലം എന്ന ഈ കാലത്തെ വള്ളത്തോൾ അനുസ്മരിക്കുന്നുണ്ട്. പോട്ടെ, ഞാൻ ഇവിടെ ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കഴിഞ്ഞ വർഷത്തെ സമയത്ത് ബോബി സാറിനെ വെച്ചിട്ടാണ് ഞാൻ അടിമാലിയിൽ ഒരു ഇൻ്റർവ്യൂ നടത്തിയത്. ഞാൻ സാധാരണ നടത്താറുള്ള കാഴ്ചപ്പാട് പരിപാടിയിൽ വയലാറിനെ സംബന്ധിച്ച് നോക്കുക. കഴിഞ്ഞ 49 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസം 47 വയസ്സാണ് വയലാർ. മലയാളത്തിൽ അകാല ചരമം പ്രാപിച്ച കവികൾ ധാരാളമുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും. മഹാനായ ചങ്ങമ്പുഴ 37 വയസ്സ് തികഞ്ഞില്ല. മഹാനായ ഇടപ്പള്ളിക്ക് 27 വയസ്സ് തികഞ്ഞില്ല. വളരെ മഹാനായിരുന്ന VC ബാലകൃഷ്ണ പണിക്കർ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല മലയാളത്തിൽ വിശ്വരൂപമൊന്നും. VC ബാലകൃഷ്ണ പണിക്കറിന് 24 വയസ്സ് തികഞ്ഞില്ല, ജോൺ ഗേറ്റ്സ് ഒക്കെ മരിച്ചതുപോലെ. രാജലക്ഷ്മിക്ക് 30 തികഞ്ഞില്ല, നന്ദനാർക്ക് 40 തികഞ്ഞില്ല, കുമാരനാശാന് 50 തികഞ്ഞില്ല. നോക്കൂ, അങ്ങനെ നോക്കിയാൽ എത്രയോ ആളുകൾ നമുക്ക് പരിചയപ്പെടുത്താം. പക്ഷെ മലയാളത്തില് ഇങ്ങനെ ഒരു കവിയോ, ഒരുപക്ഷെ ചങ്ങമ്പുഴയുടെ ജനകീയതയ്ക്ക് ശേഷം ചങ്ങമ്പുഴ കളരിയിൽ കൂണുപോലെ മുളച്ചു വന്ന 100 കണക്കിന് കവികളിൽ പിടിച്ചു നിന്ന കവികൾ എന്ന് നമ്മുടെ നിരൂപകർ പറയാറുള്ള വയലാറും ONVയും P ഭാസ്കരൻ മാഷും തിരുനെല്ലൂർ കരുണാകരനും പുതുശ്ശേരി രാമചന്ദ്രനും ഒക്കെ പെടുന്ന കവികൾ. അതിനപ്പുറത്തേക്ക് ഒട്ടേറെ കവികൾ, പേരെടുത്ത് പറയാവുന്ന കവികൾ ഉണ്ടെങ്കിൽ അവരാരും മലയാള സാഹിത്യത്തിൽ വേണ്ടത്ര പിടിച്ചു നിന്നില്ല. കുമാരപിള്ള സാർ ഉൾപ്പെടെ. കുമാരപിള്ള സാർ അടയാളപ്പെടുത്തിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും പിന്നീട് മലയാള കവിതയുടെ രീതി, നമ്മുടെ പുന്നക്കാടൻ കവി പറഞ്ഞതുപോലെ, രീതി മാറുകയായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ കവികളുടെ ഒരു സദസ്സാണ്, എല്ലാ എഴുത്തുകാരാണ്. ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും, കവിതയുടെ നാൾ വഴികളെ സംബന്ധിച്ചൊന്നും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട ആവശ്യമേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വയലാറിന്റെ കാലത്ത് കവിത പൂത്തു നിൽക്കുന്ന സമയമായിരുന്നു. അടിമുടി നമ്മുടെ വാക്കുകൾ പൂക്കുന്ന കാലം മലയാളത്തിൽ. കവിതയുടെ ഇടിമിന്നൽ, ദർശനങ്ങൾ, വാക്കിന്റെ ഓരോ തുമ്പത്തും ഇടിമിന്നൽ കാണുന്ന കാലമായിരുന്നു നവോത്ഥാന കാലം. 928 വയലാറിന്റെ ജനനം. ആ വർഷമാണ് മഹാനായ, കേരളം കണ്ട ഏറ്റവും യുഗ പുരുഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന, കേരളത്തിന്റെ പരിവർത്തനത്തിന്റെ രാജ്യശില്പി ഗുരു മരിക്കുന്നത്. 928. ആശാൻ മരിച്ചിട്ട് 4 വർഷമായി. ഒരുപക്ഷെ എഴുത്തച്ഛൻ കഴിഞ്ഞാൽ മലയാളത്തിൽ ഇത്രയേറെ കൊണ്ടാടപ്പെട്ട ഒരു കവി ആശാനെ പോലെ വേറെയില്ല. അതിലേക്കൊന്നും ഞാൻ പോകുന്നു. പക്ഷേ 928 പ്രാധാന്യം മലയാളത്തിന്റെ നവോത്ഥാന രംഗത്ത്, മലയാള നവോത്ഥാന രംഗത്ത് ഭാഷ പൂക്കുന്ന കാലം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആശാൻ മരിച്ചിരിക്കുന്നു, ഗുരു മരിച്ചിരിക്കുന്നു. മലയാള കവിതയിലെ ഭാവത്തിനും ഭാവുകതത്തിനും മാറ്റം വന്നിരിക്കുന്നു. നിങ്ങൾ ഓർക്കുക, ചങ്ങമ്പുഴയുടെ വരവോടെ ആര് വാങ്ങും ഇന്ന്, ആര് വാങ്ങുമേ ആരാമത്തിന്റെ രോമാഞ്ചം എന്ന് ചോദിച്ചുകൊണ്ട് ചങ്ങമ്പുഴ കടന്നു വന്നു, ഇടപ്പള്ളി വന്നു. മലയാളത്തിന്റെ ഭാവുകത്വ പരിണാമ വഴികളിൽ വലിയ മാറ്റങ്ങൾ അനുവാചകർ ദർശിച്ച കാലം. കുമാരനാശാന്റെ ക്ലാസിക് പാരമ്പര്യമുള്ള കവിതകൾ, വള്ളത്തോളിന്റെ പൗരാണിക ബന്ധമാർന്ന കവിതകൾ, ഉള്ളൂരിന്റെ ഏറ്റവും സംസ്കൃത പദ ബഹുലതയാർന്ന കവിതകൾ, ഖണ്ഡകാവ്യങ്ങൾ, ഖണ്ഡകാവ്യ പാരമ്പര്യങ്ങൾ, പിങ്കള, ഭക്തിദീപിക, വള്ളത്തോളിന്റെ അച്ഛനും മകളും,
ശിഷ്യനും മകനും, മഗ്നന്ന മറിയം. കുമാരനാശാന്റെ കവിതകളിലോട്ട് മിക്കതും ഖണ്ഡകാവ്യങ്ങൾ. ഖണ്ഡകാവ്യങ്ങളുടെ പ്രാധാന്യത്തിൽ നിന്നും കവിത ഭാവഗീതങ്ങളിലേക്ക് കടന്ന കാലം. ബാധിച്ചു രൂക്ഷശില വാഴ്വതിൽ നിന്ന് മേഘജ്യോതിസ് തൻ ക്ഷണിക ജീവിതമല്ലേ കാമ്യം എന്ന് പറഞ്ഞ കുമാരനാശാനെ തിരസ്കരിച്ച് മലയാള മണ്ണിലേക്ക് കടന്നു വന്ന് തുച്ഛനാം എന്നെ നീ സ്വീകരിച്ചാൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നും? കൊച്ചുമകളുടെ രാഗവായ്പിൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നാൻ? ഇന്നെന്റെ അപേക്ഷയെ കൈവെടിയാതെ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ, നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം, ഇന്നു വേണ്ടോ മലയാളെ. മലയാള ഭാഷ, മലയാള അനുവാചകർ ഒരുപോലെ രോമാഞ്ചം കൊണ്ട കാലം. അവരുടെ മനസ്സിൽ അവര് കെടാതെ സൂക്ഷിച്ച പ്രണയവും പ്രണയഭംഗവും എല്ലാം പുറത്തേക്ക് വന്ന ഒരു കാലം. വ്യക്തിഗതമായ നൈരാശ്യവും വൈയക്തികതയും ആത്മനിഷ്ഠതയും ഒക്കെ കവിതയിൽ വന്ന കാലം. ചങ്ങമ്പുഴ, നമ്മുടെ ഇളയിടം സാർ പറയുന്നത് പോലെ, ഇപ്പോൾ പെയ്യുന്ന മഴ പോലെ പെയ്തു. നനയാത്തവരാരുമില്ലായിരുന്നു. വയലാറും ആ കൂട്ടത്തിൽ നനഞ്ഞു കാണണം. പക്ഷേ രമണന്റെ ശവകുടീരത്തിൽ എന്ന് പറഞ്ഞു വയലാറിന്റെ ചങ്ങമ്പുഴയുടെ പ്രേതമെന്ന് മലയാളത്തിലെ പ്രശസ്ത നിരൂപകൻ എം കൃഷ്ണൻ നായർ, കോളം നിരൂപകനാണെങ്കിൽ പോലും, മുണ്ടശ്ശേരിയെ പോലെ, മാരാറിനെ പോലെ, എം പി പോൾ സാറിനെ പോലെ ഒന്നും അല്ലെങ്കിൽ പോലും കൃഷ്ണൻ നായർ സാറും മലയാളത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു കോളമിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ആക്ഷേപിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രസക്തി ഇന്ന് മലയാളം തിരിച്ചറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന അദ്ദേഹം പറഞ്ഞു വയലാർ മാറ്റൊലി കവിയാണ്, ചങ്ങമ്പുഴയുടെ മാറ്റൊലി കവിയാണ് വയലാർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരുമെന്ന മലയാളത്തിലെ ഏറ്റവും മനോഹരമായ ഗാനത്തിൽ, കാളിദാസന്റെ ശാകുന്തളത്തെ അധികരിച്ചുള്ള അതിമനോഹരമായ ഗാനത്തെ, അതെന്താ ദുഷ്യന്തൻ വരുമ്പോൾ ശകുന്തള അടിവസ്ത്രമിടാതെ കശുമാവിന്റെ മുകളിലാണോ ആയിരുന്നുവോ എന്ന് ചോദിച്ചു കൃഷ്ണൻ നായർ. അത്രമാത്രം ആക്ഷേപിക്കപ്പെട്ടു. പക്ഷെ അതിനൊക്കെ മറുപടി പറഞ്ഞു വയലാർ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിശ്വ പ്രകൃതിയിൽ എങ്ങാനും ഒരു മുല്ലപ്പൂവിതൾ വിടർന്നാൽ അതെന്നിലും വിരിയുന്നു, മാറ്റൊലി കവി ഞാൻ എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു. ഞാൻ മാറ്റൊലി കവിയാണ്. ഈ വിശ്വപ്രകൃതിയിൽ എങ്ങാനും ഒരു മുല്ലപ്പൂവിതൾ വിരിഞ്ഞാൽ അതെന്നിലും വിരിയും. ഇവിടെ ഈ വിശ്വപ്രകൃതിയിൽ ഏതെങ്കിലും ഒരു മരക്കൊമ്പിൽ ഇരുന്ന് കുയിൽ കൂവിയാൽ അതെന്നിലും കൂവപ്പെടും. ഒരു പൂ കൊഴിഞ്ഞാൽ അതെന്നിലും കൊഴിയപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ നാടിന്റെ, പ്രപഞ്ചത്തിന്റെ, ഈ മലയുടെ പ്രതിസ്പന്ദനങ്ങളെല്ലാം എന്നിലുമുണ്ട്, ഞാൻ മാറ്റൊലി കവിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ചങ്ങമ്പുഴയുമായി കൂട്ടിക്കുഴയ്ക്കാൻ പോയവർക്കെല്ലാം അദ്ദേഹം മറുപടി കൊടുത്തു, ഞാനൊരു രമണന്റെ വിഡ്ഢിത്തം കാണിക്കില്ല. മാനത്ത് ചിരിക്കുന്ന നക്ഷത്രങ്ങളെ നോക്കി കയർ ഞാൻ എടുത്തേക്കും, കുടുക്കിട്ടതിനുള്ളിൽ ഉലകിൻ നാളം പക്ഷെ കോർത്തുടക്കുകയില്ല. പ്രേമിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ കൂട്ടാക്കാത്ത സാമൂഹ്യ ഘടന തൻ കഴുത്തിൽ ചുറ്റിക്കെട്ടാൻ കയർ ഞാൻ എടുത്തേക്കും, മർദ്ദകർക്കൊരു കൊല കയറായത് പുളഞ്ഞലറിച്ചിരിച്ചേക്കും. കേൾക്കൂ, കവി നിലപാട് പ്രഖ്യാപിച്ചു. പ്രേമിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ കൂട്ടാക്കാത്ത സാമൂഹ്യ ഘടന തൻ കഴുത്തിൽ ചുറ്റിക്കെട്ടാൻ കയർ ഞാൻ എടുത്തേക്കും, മർദ്ദകർക്കൊരു കൊലക്കയറായതു പുളഞ്ഞ് അലറിച്ചിരിച്ചേക്കും. നോക്കൂ, കവിയുടെ നിലപാടായിരുന്നു, ഞാനൊരു രമണന്റെ വിഡ്ഢിത്തം കാണിക്കില്ല എന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കവി രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നെ എങ്ങനെ ചങ്ങമ്പുഴയുടെ പ്രേതം എന്ന് പറയും? ചങ്ങമ്പുഴയുടെ വൈയക്തികത, ചങ്ങമ്പുഴയുടെ പരാജയബോധം. ചങ്ങമ്പുഴ മോശമായ കവിയല്ലേ? അല്ലാട്ടോ, ഒരിക്കലല്ല. മലയാളം കണ്ട ഏറ്റവും മഹാനായ കവികളിൽ ഒരാൾ തന്നെയാണ്. ജനകീയനായ കവിയാണ്, കാര്യത്തിലൊരു സംശയമല്ല. ചങ്ങമ്പുഴയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് കവി, കാര്യത്തിലൊന്നും സംശയവും വേണ്ട. പക്ഷേ നിലപാട് ചങ്ങമ്പുഴയുടേതും ആയിരുന്നില്ല. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് വെറുതെ ആയിരുന്നില്ല. നോക്കൂ, മലയാളത്തിൽ ഇത്തരം ഈരടികൾ എവിടെയുണ്ട്? ആരുടെ, ഏതൊക്കെ കവികൾ എഴുതിയിട്ടുണ്ട്? മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റും അതുകളെയും നിങ്ങളെത്താൻ എന്ന ദുരവസ്ഥയിലെ വരികൾ കവിതയിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. അത് പല്ലനയാറിൻ തീരത്തിൽ പത്മപരാഗ കുടീരത്തിൽ വിളക്ക് വെക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം കേട്ടു, മാറ്റുവിൻ ചട്ടങ്ങളെ
വയലാർ അതിനെ ഏറ്റുപാടിയതാണ് അദ്ദേഹം കവിതയിൽ. നിങ്ങൾ നോക്കൂ, വയലാർ കുമാരനാശാന്റെ വീണപൂവേ എന്ന മനോഹരമായ കവിതയെ മനോഹരമായ ചലച്ചിത്രഗാനമാക്കി മാറ്റിയിട്ടുണ്ട്. വയലാർ അതൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശാകുന്തളത്തിൽ നിന്ന് കവിത എടുത്തിട്ടുണ്ട്, ശംഖപുഷ്പത്തിൽ നിന്ന്, നളചരിതത്തിൽ നിന്ന് കവിത എടുത്തിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിലേക്കൊക്കെ ഞാൻ വരാം. ഞാൻ പറഞ്ഞു വരുന്നത്, തീർച്ചയായിട്ടും പല്ലനയാറിൻ തീരത്ത് അതുപോലുള്ള കവിതകൾ, അതുപോലുള്ള വിപ്ലവ കവിതകൾ, വിപ്ലവ കവി എന്ന നിലയിൽ ഒരു ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ച മനുഷ്യത്വത്തിന്റെ കവി, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതികളിൽ നിങ്ങളെത്താൻ എന്ന അമളതീഷ്ണമായ വരികൾ, മലയാളത്തിന് കത്തിപ്പിടിപ്പിച്ച വരികൾ, മാറ്റൊലി കൊണ്ട് സദാസമയം കാറ്റത്തിരമ്പിയ വരികൾ, മലയാളത്തെ പരിവർത്തിപ്പിച്ച വരികൾ. നിങ്ങൾക്കറിയാം, ഓരോ നിമിഷവും കാറ്റത്തിരമ്പി മലയാളത്തെ പരിവർത്തനം ചെയ്യിച്ച വരികൾ തന്നെയാണ് കുമാരനാശാന്റെ ദുരവസ്ഥയിലെ ആ വരികൾ. അതിനെ കടന്നു കയറിയ വരികൾ വേറെയില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ഈ 2 വരി എടുത്ത് നമുക്ക് മാറ്റിവെക്കാം. അതിനോടൊപ്പമോ അതിനു തൊട്ട് പിന്നിലോ നോക്കൂ, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഈ വരികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വയലാർ ഒട്ടേറെ വരികൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ വിശ്വപ്രകൃതിയിലെങ്ങാനും ഒരു മുല്ല പൂമൊട്ട് വിരിഞ്ഞാൽ, പൂവിതൾ വിരിഞ്ഞാൽ അത് എന്നിലും വിരിയുന്നു എന്ന് മാത്രമല്ല, ഈ വിശ്വപ്രകൃതിയില്, ഈ വിശ്വതലത്തിന്റെ സംസ്കാരങ്ങളിൽ ഒരു നോവുണ്ടാകുമ്പോൾ ആ നോവെന്നിലും ഉണ്ടാകുന്നു എന്ന് പറയാൻ കവി മടിച്ചില്ല. അതുപോലെ സ്നേഹജ്വാലയാണ് കാലമാണ് അവിശ്രമം പായുമെന്നശ്വം, സ്നേഹജ്വാലയാണ് അതിൽ കാണും ചൈതന്യം സനാതനം. ഇതിനപ്പുറത്ത് എങ്ങനെയാണ് സ്നേഹത്തിന്റെ മഹാത്മ്യം ഒരു കവി പറയുക? കാലമാണ് അവിശ്രമം പായുമെന്നശ്വം, സ്നേഹജ്വാലയാണ് അതിൽ കാണും ചൈതന്യം സനാതനം. അങ്ങനെ പറഞ്ഞു പോവുകയാണ് മനുഷ്യന്റെ അജയ്യതയെ സംബന്ധിച്ചും. കുതിരപ്പുറത്ത് ഞാൻ പാഞ്ഞു പോകുമ്പോൾ, കയ്യിൽ കുതറി ചാട്ടവാറിളകുമ്പോൾ, നടുങ്ങിപ്പോകുന്നില്ലേ ഈ അണ്ടകടാഹങ്ങൾ നിമിഷങ്ങളിൽ കുളം പടികൾ പതിയുമ്പോൾ. നോക്കൂ, ഈശ്വരൻ എന്നും മറ്റും പേരെനിക്കുണ്ടായിട്ടുണ്ട്, ഈശ്വരൻ ഉറക്കനെ ചിരിക്കാൻ തോന്നിപ്പോകും. അദ്ദേഹം അതിനകത്ത് പറയുക, എനിക്ക് ഭരണമില്ലാത്ത മീനും ആമയുമായി പന്നിയായി നൃസിംഹമായി ഞാൻ അവതാരം ചെയ്ത കഥകൾ കേട്ടിട്ടില്ലേ? ഈശ്വരൻ എന്നും മറ്റും പേരെനിക്കുണ്ടായിട്ടുണ്ട്, ഈശ്വരൻ ഉറക്കനെ ചിരിക്കാൻ തോന്നിപ്പോകും. ചക്രവാളത്തിൻ മതിൽക്കെട്ടിന്മേൽ കയ്യും കുത്തി നിൽക്കും ഞാൻ പ്രപഞ്ചത്തിൻ ഭ്രമണം നിയന്ത്രിക്കാൻ. ഗോളങ്ങൾ എടുത്ത് ഞാൻ പന്തടിക്കുമ്പോൾ, വിദ്യുത് നാളങ്ങൾക്ക് എടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ, നീലാകാശ മേഖലകളിൽ ശുഷ്കതാരകയെ നിന്നെ കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ. മനുഷ്യന്റെ ശാസ്ത്ര പുരോഗതി, മനുഷ്യന്റെ അജയ്യത ആലോചിച്ച് നോക്കൂ. മനുഷ്യന്റെ അജയ്യത, ഇതിനപ്പുറത്ത് എങ്ങനെയാണ് കവി ഉദ്ഘോഷിക്കുന്നത്? ആകാശഗോളങ്ങളെ അമ്മാനമാടുന്ന മനുഷ്യനെ അദ്ദേഹം അവതരിപ്പിക്കുന്നു അതിസുന്ദരമായി. അതിന് കുതിരയാകുന്ന ബിംബത്തെ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. കുതിരയെ കെട്ടഴിച്ചു വിടുന്നതിനെ കുറിച്ച് അശ്വമേധത്തിൽ പറയുന്നുണ്ട്. പച്ച മണ്ണിൻ മനുഷ്യത്വമാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. 1975 ഒക്ടോബർ മാസം 20-ാം തീയതി. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് അങ്ങോട്ടാ. 20-ാം തീയതി 1975 ഒത്തിരി പ്രാധാന്യമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ സമരത്തിൽ. 1975 ഒക്ടോബർ മാസം 20-ാം തീയതി ചങ്ങനാശ്ശേരി NSS കോളേജിൽ ആർട്സ് ഡേ ആണ്. ആർട്സ് ഡേ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത കവിയും ഗാന രചയിതാവും പ്രഭാഷകനുമായ വയലാർ രാമവർമ്മ. ആ പേര് കേട്ടാൽ മലയാളം ഒന്നാകെ പുഷ്പിക്കുന്ന കാലമാണ്. മറ്റൊരു കവിക്കും അന്ന് ജി ശങ്കരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട്, വൈലോപ്പിള്ളി ജീവിച്ചിരിപ്പുണ്ട്, പി കുഞ്ഞിരാമൻ നായർ ജീവിച്ചിരിപ്പുണ്ട്, അയ്യപ്പ പണിക്കർ ജീവിച്ചിരിപ്പുണ്ട്. ചങ്ങമ്പുഴ മരിച്ചിരിക്കുന്നു, ചങ്ങമ്പുഴ 48-ൽ മരിച്ചു. വള്ളത്തോളും ഉള്ളൂരും മരിച്ചിരിക്കുന്നു. നിങ്ങൾ ഓർക്കുക, അപ്പോഴ് മറ്റൊരു കവിക്കും കിട്ടാത്ത അംഗീകാരം, മലയാളത്തിൽ ഒരു കവിക്കും കിട്ടാത്ത അംഗീകാരം.
വയലാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തടിച്ചുകൂടിയ ആളുകൾ. സരസ്വതി യാമം കഴിഞ്ഞു, ഉഷസിൽ സഹസ്രദളങ്ങൾ വിടർന്നു, വെൺകൊറ്റ കുടചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുയർന്നു. അക്കാലത്ത് വയലാർ എഴുതിയ പ്രസിദ്ധമായ ഗാനം വീണ്ടും വീണ്ടും ഇടുകയാണ്, ആവർത്തിച്ചിടുകയാണ്. വയലാർ എത്തിയിട്ടില്ല. ആളുകൾ കാതോർക്കുകയാണ്. വയലാർ എല്ലാവരും വന്നു, വയലാർ മാത്രം എത്തിയിട്ടില്ല. മദ്രാസിൽ നിന്ന് എത്തണം. തിരക്കാർന്നയാൾ. ആളുകളെല്ലാം സമയം പോവുകയാണ്. വയലാർ വരുമ്പോൾ എങ്ങനെ വരും? എല്ലാവർക്കും വയലാറിന്റെ സ്വഭാവം അറിയാം. വയലാറിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ONV സാറും ഭാസ്കരൻ മാഷും കള്ളു കുടിക്കുന്ന തോപ്പിൽ ഫാസിയും പറയുന്നുണ്ട്, കുടിക്കരുത്, കഴിക്കരുത്. വയലാർ തിരുമേനി എന്ന പലരും വിളിക്കുന്ന വയലാറിന്. അങ്ങനെ വിളിക്കുന്നത് കേൾക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു കേട്ടോ. പലരും വലിയ വിപ്ലവമൊക്കെ പറയുമെങ്കിൽ പോലും അങ്ങനെ വിളി കേൾക്കാൻ വയലാറിന് വലിയ ഇഷ്ടമൊക്കെ ആയിരുന്നു. കാര്യത്തിലൊരു സംശയമില്ല. തോപ്പിൽ ഫാസി അങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു. കുട്ടായി എന്ന ഒത്തിരി പേര് അമ്മ വിളിക്കുന്ന പോലെ വിളിക്കുമായിരുന്നു. നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം വന്നിറങ്ങുമ്പോൾ സംസാരിക്കാൻ കഴിയുമോ അദ്ദേഹത്തിന്? സ്റ്റേജിൽ കയറി പലർക്കും ആശങ്കയുണ്ട്. പക്ഷേ വയലാർ സംസാരിക്കാതിരിക്കുമോ? നോക്കൂ, എല്ലാവരും കാത്തു നിൽക്കുന്ന സമയത്ത് കാറ് വന്ന് കോളേജിന്റെ മുറ്റത്ത് നിൽക്കുന്നു. കാറിൽ നിന്നൊരു മനുഷ്യൻ ഇറങ്ങുന്നു. ഹാഫ് കൈ വെള്ള ഷർട്ട്, കട്ടിക്കണ്ണട, നീല കരയുള്ള വേഷ്ടി, വളരെ വേഗത്തിൽ നടക്കുന്നു. കള്ളുകുടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സ്റ്റേജിലേക്ക് കയറുന്നു. സുഹൃത്തുക്കളെ, ഞാൻ അധിക ദീർഘമായി സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. ആ സംസാരം 50 മിനിറ്റ് നീണ്ടു നിൽക്കുന്നു. മലയാളം കണ്ട ഒരുപക്ഷെ വയലാർ ചെയ്ത ഏറ്റവും നല്ല പ്രഭാഷണം. മലയാളത്തിലെ സാഹിത്യത്തിന്റെ നാൾവഴികളും സംഗീതത്തിന്റെ ആപാദ മാധുര്യവും ഒന്നായി പറഞ്ഞുപോയ ആ ഭാഷയുടെ അനർഗള നിർഗളമായ പ്രവാഹം. ആ പ്രവാഹത്തിൽ സദസ്സ് ലയിച്ചിരുന്നു. എങ്ങനെ 50 മിനിറ്റ് കടന്നുപോയി എന്ന് ആർക്കും മനസ്സിലായില്ല. വളരെ വേഗത്തിൽ അദ്ദേഹം ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ പൊതുവേദിയിലെ അവസാനത്തെ പ്രസംഗം. പിന്നെ വയലാർ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് ഇത് സൂചിപ്പിച്ചത്. പിന്നെ വയലാർ പൊതുവേദിയിൽ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അതിമനോഹരമായ പ്രസംഗമായിരുന്നു 20-ാം തീയതി. 25-ാം തീയതി രക്തം ഛർദ്ദിച്ചു. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, ചേർത്തലയിൽ ഉണ്ടായിരുന്നു. രക്തം ഛർദ്ദിച്ചപ്പോൾ അദ്ദേഹത്തെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. വയലാർ ആശുപത്രിയിൽ പത്രങ്ങൾ, അന്നത്തെ റേഡിയോയിൽ നടുങ്ങി കേരളം നടുങ്ങി. വയലാറിന്റെ 7 ഗാനങ്ങൾ എന്ന് പറഞ്ഞാണ് പോസ്റ്റർ ഇറങ്ങുന്നത്, സിനിമാ പോസ്റ്ററുകൾ. കേരളം നടുങ്ങി വയലാർ ആശുപത്രിയിൽ. കള്ളുകൂടി അധികമായോ? രക്തം ഛർദ്ദിച്ചു എന്ന് കേൾക്കുമ്പോൾ ഈ മനുഷ്യന്റെ ആയുസ് എടുക്കുമോ? താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാർ അതിവേഗത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ 3 പ്രശസ്ത ഡോക്ടർമാർ, കേരളത്തിന്റെ ഏറ്റവും പ്രശസ്തനായ സർജൻ PKR വാര്യർ നേതൃത്വം നൽകുന്ന 22 പ്രാവശ്യമാണ് വയലാർ പ്രതിസന്ധിയെ അതിജീവിച്ചത്. എന്ന് പറഞ്ഞാൽ 22 പ്രാവശ്യം മരണത്തിലേക്ക് വഴുതി. പിന്നെ ജീവിതത്തിലേക്ക് വരുന്ന നിമിഷങ്ങളിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പോകും എന്നുള്ളത്. 33 കുപ്പി രക്തമാണ് കയറ്റിയത്. സെൻട്രൽ ജയിലിൽ നിന്നും തടവുകാരെത്തി മെഡിക്കൽ കോളേജിൽ. മെഡിക്കൽ കോളേജിലെത്തി തടവുകാര് രക്തം കൊടുത്തു. ആരുടെയും കൂടെ കള്ളുകുടിക്കുമായിരുന്നു വയലാർ. ONV സാർക്ക് പറയുമായിരുന്നു, കള്ളുകുടിക്കണേ കുടിച്ചോ, ഈ എല്ലാവരുടെയും കൂടെ പോയിരുന്നു കള്ളുകുടിക്കരുത് എന്ന് പറയുമായിരുന്നു. പക്ഷെ അതൊന്നും നോക്കിയില്ല, വലിപ്പച്ചെറുപ്പൊന്നും നോക്കിയില്ല. അതുകൊണ്ട് തടവുകാരൻ നോക്കിയില്ല. തടവുകാർ കണ്ണീരടിഞ്ഞു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ വന്ന് ബ്ലഡ് കൊടുത്തു, ചോര കൊടുത്തു. നോക്കൂ, കയറുവിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ടുജ്വല സമരകഥ, അത് പറയുമ്പോൾ എന്നോട് നാടിന് അഭിമാനിക്കാൻ വകയില്ലേ എന്നെഴുതിയ കവി. നോക്കൂ, രാത്രി 3:58. അതിനു മുമ്പ് ഓപ്പറേഷൻ നടത്താൻ 4 സർജന്മാർ തീരുമാനിച്ചു. കരൾ പകുക്കണം. കരളില്ലെന്നായി. നീലയും പച്ചയും നിറം കലർന്ന ആരോഗ്യവാനായ ഒരാളുടെ കരളിന്റെ നിറം അതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കരൾ റോസാപ്പൂ പോലെയായിരുന്നു. ഡോക്ടർമാർ കിണഞ്ഞു പരിശ്രമിച്ചു.
വയലാർ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ പൾസ് റേറ്റ് ആവറേജ് ആയിരിക്കുന്നു. നോക്കൂ, പക്ഷെ സമയം അധികം എടുത്തില്ല. ഞാൻ പറഞ്ഞ 3:58 വയലാറിന്റെ വലതുകരം ഒന്ന് പിടച്ചു, ഇടതുകാൽ ഒന്ന് ചലിച്ചു, കഴിഞ്ഞു. പുറത്ത് കാവൽ നിൽക്കുന്നത് ആരാണെന്നറിയോ? ആരൊക്കെയാണെന്നറിയോ? മെഡിക്കൽ കോളേജിന്റെ വരാന്തയിലും മെഡിക്കൽ കോളേജിന്റെ മുറ്റത്തും അമ്മ, അറിയാലോ. അമ്മ എന്ന് പറഞ്ഞാൽ വയലാറിന് ആരാണ്? ഞാൻ പറയണ്ട. നെടുകെ വെളിച്ചം പരന്നിരുന്നു, നേരം വെളുക്കുകയായിരുന്നു, കാലത്തെഴുന്നേറ്റിരുന്ന് ഞാൻ എൻ്റെ കവിത കുറിക്കുകയായിരുന്നു. ആവി പറക്കാത്ത കാപ്പിയുമായി അരികത്തു വന്ന അമ്മ ചോദ്യമായി, ഇനി എത്ര നാൾ കൂടി ഞാൻ നിനക്ക് ഇടറുന്ന കൈകൊണ്ട് കാപ്പി നൽകും? വയലാർ കുറിച്ചിട്ട വരികൾ. അത് പറഞ്ഞ അമ്മയെ വിട്ട് മകൻ നേരത്തെ പോയി. മകൻ ശരത്ചന്ദ്രൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥി വേണ്ടത്ര അച്ഛൻ മരിച്ചതിന്റെ ഗൗരവം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നറിഞ്ഞില്ല, പൊട്ടിക്കരഞ്ഞിട്ടില്ല. നോക്കൂ, ദേവരാജൻ മാഷ് അർദ്ധബോധാവസ്ഥ, ONV സാറ്, പി ഗോവിന്ദപിള്ള സാറ്, പി ഭാസ്കരൻ മാഷ്. എന്തിന്? കേരളത്തിന്റെ മുഖ്യമന്ത്രി വിനിദ്രമായ കണ്ണുകളോടെ മെഡിക്കൽ കോളേജിന്റെ മുറ്റത്ത്. അച്യുതമേനോൻ, NE ബൽറാം, നോക്കൂ, മലയാളത്തിന്റെ പ്രമുഖ ഗോവിന്ദപിള്ള ഉൾപ്പെടെ, മലയാറ്റൂർ രാമകൃഷ്ണൻ, ഇവരെല്ലാം ഉണ്ട്. അവരുടെ എല്ലാം കാതുകളിലേക്ക്, ആകാംക്ഷകളിലേക്ക് വന്നുപോവുകയാണ്. PKR വാര്യർ പുറത്തേക്ക്, എല്ലാവരുടെയും കണ്ണുകൾ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക്. വയലാർ പോയി. എല്ലാവരും സ്തബ്ധരായി. നോക്കൂ, മലയാള കവിതയുടെ 1000 പാദസരങ്ങൾ നിലച്ചു. മലയാള കവിതയുടെ വിപ്ലവ ഗാനത്തിന്റെ 1000 സൂര്യഗായത്രി മന്ത്രങ്ങൾ എന്നേക്കുമായി അവസാനിച്ചു. കഴുക, ഹേ കഴുക, താണുപറന്നേ, കറുത്ത ചിറകുമായി താണുപറന്നേ, കനലിനെ ചെപ്പിൽ നിന്നെടുത്തുകൊള്ളൂ. വയലാർ എഴുതിയ വരികൾ. ശരീരപഞ്ചരത്തിലെ, ശരീരമാകുന്ന കൂട്ടിലെ കനലാകുന്ന ജീവനെ മൃതിയാകുന്ന കഴുക നീ കൊത്തിയെടുത്തുകൊള്ളൂ. നാളത്തെ പ്രഭാതത്തിൽ ഈ കനൽ ഊതിയൂതിയൊരു കത്തുന്ന പന്തമാക്കും. അമ്പരമദ്യം തിളയ്ക്കുന്ന ഒരാദിത്യ ബിംബവും കെട്ടുപോകുമെങ്കിലാട്ടെ അക്കരിയൂതി പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി എന്ന് ശങ്കരക്കുറുപ്പ് മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കൂ, കവി അവസാനിക്കും. കവിത ഒരു കാലഘട്ടം, ഒരു യുഗം അവസാനിക്കുകയാണ്. കവിതയുടെ ഒരു യുഗം 1975 ഒക്ടോബർ 27 അവസാനിക്കുമ്പോൾ, ദാഹമടങ്ങാത്ത ദാഹം എൻ ചേതന ദാഹിച്ചു ദാഹിച്ചു വാവിളർത്തിയിടവേ, തന്നൂ ജലം നിങ്ങൾ, അന്നതു നിങ്ങൾ തൻ കണ്ണുനീരെന്ന് അറിഞ്ഞിരുന്നില്ല ഞാൻ. 23 വയസ്സുള്ള വയലാർ എഴുതിയ വരികൾ നിങ്ങൾ ഓർക്കണം. ചങ്ങമ്പുഴയാണ് ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള വരികൾ എഴുതിയത്. ബാല മൽത്തുച്ഛ സമ്മാനമാകും മാല നീ ഇത് വാങ്ങുമോ, ഇല്ലല്ലോ നിനക്കേകുവാൻ ഒരു ചില്ലിക്കാശും എൻ കൈവശമെന്ന് 18 വയസ്സിലും 19 വയസ്സിലും എഴുതിയ ചങ്ങമ്പുഴ. ഇവിടെ ദാഹമടങ്ങാത്ത ദാഹമെൻ ചേതന ദാഹിച്ചു ദാഹിച്ചു വാവിളർത്തിയിടവേ, തന്നൂ ജലം നിങ്ങൾ, അന്നതു നിങ്ങൾ തൻ കണ്ണുനീരെന്നറിഞ്ഞിരുന്നില്ല ഞാൻ. പാടാൻ ശ്രമിച്ചു പലപ്പോഴും ഞാൻ എൻ്റെ ഓടക്കുഴലിൽ ശ്രുതിപ്പിഴ വന്നു. ഒരിക്കലും വയലാർ പറഞ്ഞില്ല ഞാൻ ഒരു തികഞ്ഞ കവിയാണ്, ഞാൻ എൻ്റെ തകർന്ന മുരളിയാണ്, തന്ത്രികൾ പൊട്ടിയ മുരളിയാണെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. പാടാൻ ശ്രമിച്ചു പലപ്പോഴും ഞാൻ എൻ്റെ ഓടക്കുഴലിൽ ശ്രുതിപ്പിഴ വന്നു. വേദന തിങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോടെ ചിന്തിപ്പറിച്ചതാണ് ഈ കഥ. ഒക്കെ പകർത്താൻ കഴിഞ്ഞിരിക്കില്ല എനിക്ക് ഈ ഗതികേടിന് മാപ്പു ചോദിക്കുന്നു ഞാൻ എന്ന് ഐഷയുടെ ആമുഖത്തിൽ കുറിച്ചിട്ടു. 1000 ഐഷമാരിൽ തിളങ്ങുന്ന തീയല ചൂടും വെളിച്ചവും വീശവേ, ഈ യുഗത്തിന്റെ വിരൽത്തുമ്പ്
ഭാവിതൻ മായാത്ത രക്തക്കുറിപ്പെഴുതിയിടവേ നാളേക്ക് നോക്കി വരണ്ടരൻ ചുണ്ടുമായി ചൂളം വിളിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ എന്ന് പറയും. നിങ്ങളില്ലാത്തൊരു ഗാനപ്രപഞ്ചമിൽ അംഗീകരിക്കുകൻ ധന്യവാദങ്ങളെ എന്ന് പറഞ്ഞു വെച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മലയാള കവിതയിലേക്ക് വന്നത്. വന്നപ്പോൾ ആ വേറിട്ട ശബ്ദം എല്ലാവരും ശ്രദ്ധിച്ചു. മലയാള കവിതയിലെ വേറിട്ട ശബ്ദം എല്ലാവരും ശ്രദ്ധിച്ചു. 23 വയസ്സിൽ ഐഷ എന്ന് പറയുന്ന ഖണ്ഡകാവ്യം, ഞാൻ ആദ്യം പറഞ്ഞ നവോത്ഥാന കവികൾ കവിത്രയത്തിന്റെ ഖണ്ഡകാവ്യങ്ങൾക്ക് ശേഷം ഇണക്കുരുവികളുണ്ട്, ശങ്കരക്കുറുപ്പ് മാഷിന്റെ, ആ മഴുവിന്റെ കഥയുണ്ട്, ബാലാമണി അമ്മയുടെ, വൈലോപ്പിള്ളിയുടെ എക്കാലത്തെയും മനോഹരമായ കുടിയൊഴിക്കലുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു സാമുദായിക പരിവർത്തനം എന്ന നിലയിൽ മലയാളത്തില് പ്രത്യേകിച്ച് സാംബശിവൻ കഥാപ്രസംഗം കൂടിയാക്കിയപ്പോ മലയാളികൾ ആ കവിത അങ്ങ് ഏറ്റെടുത്തു. മലയാളത്തിലെ അതിമനോഹരമായ കവിതകളിൽ ഒന്നായി ഐഷ എന്ന് പറയുന്ന കവിത മാറി. പ്രേതത്തിൻ വിളറിയ ചിരി പോൽ പല്ലും കാട്ടി പാതിര മരവിച്ചു വീണപാതയിലൂടെ ആടിക്കാറുകൾ മാനത്തായിരം നീലപ്പഞ്ഞി കാടുകൾ പറന്ന പോലലയും പ്രഭാതത്തിൽ. ഇങ്ങനെയാണ് ഐഷ തുടങ്ങുന്നത്. നോക്കിയേ, പ്രേതത്തിൻ വിളറിയ ചിരി പോൽ പല്ലും കാട്ടി പാതിര മരവിച്ചു വീണ പാതയിലൂടെ. നോക്കൂ, ആടിക്കാറുകൾ മാനത്തായിരം നീലപ്പഞ്ഞിക്കാടുകൾ പറന്ന പോലലയും പ്രഭാതത്തിൽ. ഇങ്ങനെയാണ് ഈ കവിത തുടങ്ങുന്നത്. ഐഷ എന്ന് പറയുന്ന 8 or 10 വയസ്സുള്ള പെങ്കൊച്ച്, എന്താണ് അവളുടെ ഒരു രസം, എന്താ അവളുടെ ഒരു വരവ്, എന്താണ് അവളുടെ ഒരു സൗന്ദര്യം എന്നൊക്കെ കൊച്ചിനെ പറയാവോ? പാടില്ലായിരിക്കും, തെറ്റായിരിക്കും. എന്താ അവളുടെ ഒരു കുറുമ്പ്, കുസൃതി, എന്താ അവളുടെ ഒരു കണ്ണ്. എന്നും പാലുമായിട്ട് രാവിലെ വരുന്ന കവിയുടെ അടുത്ത്, കവി എണീറ്റിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ കവിക്ക് അവൾ വരുന്നത് കാണാൻ ഇഷ്ടം. എന്ത് ചിരിച്ചാണ് അവൾ തുള്ളിച്ചാടി ചിത്രശലഭത്തെ പോലെ വരുന്നത്. ഉമ്മകൾ വിരിയുന്ന ചുണ്ടുമായി പതിവ് പോൽ ഉമ്മറത്തെത്തി കൊച്ചു പാലുവിൽപ്പനക്കാരി. അപ്പൊ തന്നെ അവളെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. നിന്റെ പേരെന്താണെന്നും ചോദിക്കും ഞാൻ ആ കൊച്ചു ചുണ്ടിലെ കിലുങ്ങുന്ന മണിയൊച്ചകൾ കേൾക്കാൻ. അതിനാ പേര് ചോദിക്കണേ, എന്നും പേര് ചോദിക്കണോ? എന്നും പേര് ചോദിക്കണേ. ഈ കവി എന്നാ ഇതെന്താ ഇത്, എന്നും പേര് ചോദിക്കണേ, ആ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടാ. അപ്പോ അവൾ പറയും, എപ്പോഴും മറക്കുന്ന ചേട്ടൻ, ഞാൻ കളിയാക്കും എപ്പോഴും നാണിക്കുന്ന കുഞ്ഞു പാവാടക്കാരി. അപ്പോ അവൾ പറയും, ഐഷ പോട്ടെ, പാത്രം തിരികെ തരൂ ചേട്ടാ, ആ വനക്കിളിയുടെ കൊഞ്ചലങ്ങനെ നീളും. നോക്കൂ, കേകവൃത്തത്തിലാണ് ഇതൊക്കെ എഴുതിയേക്കണേ. നിങ്ങൾ നോക്കണം, ഇതെല്ലാം കേകവൃത്തത്തിലാണ് എഴുതിയിരിക്കണേ. അപ്പോ ഐഷ പോട്ടെ, പാത്രം തിരികെ തരൂ ചേട്ടാ, ആ വനക്കിളിയുടെ കൊഞ്ചലങ്ങനെ നീളും. നോക്കൂ, ഇങ്ങനെയാണ്. അപ്പോ കവി പറയും, പാലെനിക്കിനി വേണ്ട, ഞാൻ മുഖം കറുപ്പിക്കും, പാതിയും കക്കൂസുള്ള തോട്ടിലെ നാറും വെള്ളം എന്നവളോട് പറയും. അപ്പോ അവൾ പറയും, ഞാനിനി വരുന്നില്ല. അവൾ പറയും, ഞാനിനി വരുന്നില്ല, മുകിലാൽ മുഖം മൂടും പൂനിലാവ് പോൽ മുഖം പൊത്തിക്കൊണ്ട് അവളോതും. എന്താണ് നിങ്ങൾ ആ പ്രയോഗം നിങ്ങൾ ആലോചിക്കുന്നത്? മുകിലാൽ മുഖം മൂടും പൂനിലാവ് പോൽ, ഞാനിനി വരുന്നില്ല, മുകിലാൽ മുഖം മൂടും പൂനിലാവ് പോൽ മുഖം പൊത്തിക്കൊണ്ട് അവളോതും. അതാ, അങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. ആ വിഷാദത്തിനുള്ളിൽ കൈയിട്ട് നോവിക്കുവാനായിരുന്നു കവിക്ക് ഏറെ ഇഷ്ടം. കാരണം നീലക്കണ്ണുകൾ നിറഞ്ഞോട്ടെ എന്നാ കവി പറയുന്നത്. കളിയിൽ കണ്ണിട്ടൊന്ന് പോറിയാൽ കുടുകുടെ കരയും പൂ പോലുള്ള ഒരപ്പിഞ്ചു ഹൃദയം എന്ന് കവി പറയുന്നുണ്ട്. കളിയിൽ കണ്ണിട്ടൊന്ന് പോറിയാൽ കുടുകുടെ കരയും പൂ പോലുള്ള ഒരപ്പിഞ്ചു ഹൃദയം. അവൾക്കൊരു വാപ്പയുണ്ട്, അച്ഛനുണ്ട്, അവൾക്കൊരാൾ ഇറച്ചിക്കടക്കാരൻ, അദ്രമാൻ 60-ലെത്തിയ പടുവൃദ്ധൻ, വളർന്ന വെള്ളിക്കൊമ്പൻ മീശകൾ കവിളിന്മേൽ വകഞ്ഞിട്ടതിലൊക്കെ മുറുക്കാൻ പതയുമായി, മുഖത്ത് വസൂരിക്കുത്തുഗ്രമാം വൈരൂപ്യത്തിൻ മുഴുപ്പെത്തിയതാണ് ആ മാംസവിൽപ്പനക്കാരൻ. കാണുന്നുണ്ടല്ലോ നിങ്ങൾ അയാള്, ഇല്ലേ? വക്കത്ത് നിണം വാർന്ന് ഒഴുകും മാംസം കണ്ടിച്ചൊക്കെയും കടയുടെ മുഖത്ത് കെട്ടിത്തൂക്കി വെട്ടുകത്തിയുമായി കണ്ണുകൾ ചുവപ്പിച്ച ആ ചട്ടുകാലനാം വൃദ്ധൻ ഇരിക്കും നഗരത്തിൽ. കണ്ടല്ലോ അയാളെ.
അല്ലെ? രാത്രിയിൽ നഗരത്തിൽ നിന്നയാൾ നിണന്നാറും തോർത്തിന്റെ മടിക്കുത്തിൽ അന്നത്തെ പിരിവുമായി വീട്ടിലെത്തുമ്പോഴേക്കും 100 കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയ പെൺകുഞ്ഞിന്റെ ഹൃദയം നോവിപ്പിക്കും. ഇതാണ് അദ്രമാൻ. നോക്കൂ, പണ്ടൊരു പാണ്ടിപ്പോത്ത് പാതിയും കണ്ടിച്ചിട്ട പണ്ടവുമായി പാഞ്ഞ മരണപ്പിടച്ചിലിൽ അദ്രമാൻ കൊലക്കത്തി വായിക്കെ കാൽമുട്ടിന്മേൽ ആ കൊമ്പൻ കരിമ്പോത്ത് നൽകിയ മുടന്തുമായി. ഇതാണ് മുടന്തുണ്ടാവാനുള്ള കാരണം. വീട്ടിലെത്തുമ്പോഴേക്കും 100 കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയ പെൺകുഞ്ഞിന്റെ ഹൃദയം നോവിപ്പിക്കും. ഐഷ വിതുമ്പിയാൽ വയ്യനിക്കോർമ്മിക്കുവാൻ ആയിളം കുരുന്നിന്റെ ചേതന ചിലമ്പിയാൽ അദ്രമാൻ അരിശം കൊണ്ടലറും. പെണ്ണെ, നിന്നെ കത്തി കൊണ്ട് അരിഞ്ഞു ഞാൻ കടയിൽ കെട്ടിത്തൂക്കും. മഞ്ചാടി കുരു പോലെ കണ്ണുമായി ഇബ്ലീസ് സഞ്ചരിക്കുന്നു വീട്ടിൽ എന്നവൾ വിചാരിക്കും. ആ സമയത്ത് അവളുടെ വീട്ടില്. കാരണം എന്താണെന്നറിയാവോ? അയൽവക്കത്തെ നങ്ങു അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് അവളോട്, അദ്രമാന്റെ തല്ലുകൊണ്ട് അവർ ചത്തു. അവളുടെ ഉമ്മ മരിച്ചത് അങ്ങനെയാണ്. അത് അയൽവക്കത്തെ നങ്ങു അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. അതൊക്കെ പോട്ടെ, കവിതയുടെ രസം കേൾക്കണോ നിങ്ങൾക്ക്? 23 വയസ്സിൽ വയലാർ എഴുതിയ കവിതയാണ് ഐഷ. താരക ചെറുപുള്ളി കുത്തിയ നീലാകാശ കീറുപോൽ അന്നും കാലത്തുമ്മറത്തവൾ വന്നു. ഒരു ദിവസം രാവിലെ അവൾ വന്നത് എങ്ങനെയാണെന്നറിയാവോ? താരക ചെറുപുള്ളി കുത്തിയ നീലാകാശ കീറുപോലെയാ. നക്ഷത്ര ഖചിതമായ ഒരു ധനുമാസ രാവിലെ ആകാശത്തിൽ നിന്ന് ഒരു കീറും കൊണ്ടെടുത്താൽ അതെങ്ങനെ ഇരിക്കും? എന്തായിരിക്കും അതിന്റെ രസം? അതുപോലെയാണ് അന്ന് അവൾ ഒരു ദിവസം രാവിലെ, എന്നും വരുന്ന പോലെ അല്ല. എന്നിട്ടോ, ഇന്നലെ എനിക്കൊരു ജാക്കറ്റ് തയ്പ്പിച്ചല്ലോ വന്നപാട് അവൾ ഓതി വീട്ടിലെ വിശേഷങ്ങൾ. ഇന്നലെ മജീദുക്ക പട്ടണങ്ങളിൽ ചുറ്റി വന്നപ്പോൾ തയ്പ്പിച്ചതാണ് ഒത്തിരി വിലയായി. ഇത് കേട്ടപ്പോ കവിക്ക് എന്നാ തോന്നിക്കാണും? ഈ കൊച്ചിനെ കരയിക്കണ്ടേ? ഇത് രസമായിട്ടാണ് അവൾ വന്നത്. ഇത് രസമായിട്ടാണ് അവൾ കവിയുടെ അടുത്തേക്ക് ഓടി വന്നത്. ചേട്ടാ എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. നോക്കിയേ നിങ്ങൾ. അപ്പൊ കവി പറയും, 6 പൈ വിലയില്ലി കിടക്കശീലക്കാരാണ് ഐഷയെ കളിപ്പിച്ചതൊന്ന് ഞാൻ കളിയാക്കി. പുഞ്ചിരി മങ്ങി കവിൾ തൊടുത്തു കുടുകുടെ കൊഞ്ചിയ മഞ്ഞത്തുമ്പി വിതുമ്പി പോകൂ ചേട്ടാ. ഐഷയുടെ വാചാലങ്ങളാം മിഴികളിൽ ആളിയ വിഷാദത്താൽ കരിവാളിച്ചു മുഖം. വായ്നിറച്ചിടറുന്ന ഗദ്ഗതങ്ങളുമായി വാതിലു കടന്നവൾ നടന്നു പൊടുന്നനെ. ഐഷയെ വിളിച്ചു ഞാൻ, ചുമ്മാതെ പറഞ്ഞതാണ് ഐഷേ, നീ ഇങ്ങനെ പൊട്ടിയാണെന്നോർക്കാതെ. കണ്ണുനീർ തുളുമ്പുന്ന കണ്ണുകളോടെ തിരിഞ്ഞെന്നെ നോക്കിക്കൊണ്ടവൾ നിശബ്ദം നടന്നുപോയി. നിന്നു ഞാൻ അരികത്തെ പൂച്ചടി കാടിൻ ചാരെ ചെന്നവൾ പതുക്കനെ മറയുന്നതും നോക്കൂ. ഒരു കുട്ടിയും ഒരു മുതിർന്ന മനുഷ്യനും തമ്മിലുള്ള വൈകാരിക ബന്ധം നോക്കിയേ. അവൾ അന്ന് പിണങ്ങിപ്പോയതാ. ഞാൻ കഥയിലേക്കൊന്നും പോകുന്നില്ല, അത് മാത്രമല്ലല്ലോ പറയേണ്ടത്. ആ കഥയുടെ ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കാം. ഐഷ എങ്ങനെയാണ് തെരുവിലെ പെണ്ണായി മാറിയത്? ഐഷ എങ്ങനെയാണ് ഭർത്താവിനെ കുത്തിക്കൊന്നത്? 6ഓളം യുവതികൾ കേട്ട് ഞെട്ടിയ ശബ്ദം അവളും കേട്ടത് എങ്ങനെയാണ്? ഇതിനെ സംബന്ധിച്ചൊക്കെ കഥ ബാക്കി വരുന്നുണ്ട്. ഭർത്താവിനെ കുത്തിക്കൊന്ന രാത്രി ആ കത്തിയുമായി രക്തക്കറയുമായി വീട്ടിലിരുന്ന അവൾ നേരം വെളുത്തില്ല കാത്തുനിന്നു ശുക്രധാരം കിഴക്കിന്റെ പൂക്കുറ്റി കത്തുവാൻ. നേരം വെളുക്കുന്നതിന് മുമ്പ് കവിയുടെ വീടിന്റെ മുറ്റത്തേക്ക് ഓടി വന്നു. കവി അവളെ കണ്ടിട്ട് കാലങ്ങളായി. അവൾ ഓർക്കുന്നു പോലുമില്ല. പക്ഷെ കവിയെ വിളിച്ചു അവൾ. കവി വാതിൽ തുറന്നിറങ്ങി വരുമ്പോ പാകം തികഞ്ഞു വളർന്നൊരു പെൺകുടി ആരാണിവൾ എന്നറിയാതെ കവി അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോ അവൾ ചോദിക്കുന്നു, ചേട്ടൻ മറന്നുവോ? ചേട്ടൻ മറന്നുവോ ചേട്ടന്റെ പണ്ടത്തെ ഈ അനുജത്തിയെ? ഇല്ല, അറിയില്ല, ഞാൻ ഓർക്കുന്നു പോലുമില്ല നിന്നെ. നീ ആരാണ് കുട്ടി എന്ന് കവി ചോദിക്കുമ്പോ വീണ്ടും അവൾ ചോദിക്കുന്നു, ചേട്ടൻ മറന്നുവോ? ചേട്ടൻ മറന്നുവോ ചേട്ടന്റെ പണ്ടത്തെ ഈ അനുജത്തിയെ? രക്തമാണ് ശരീരത്തിൽ അപ്പടി. അപ്പോഴാണ് കവി അവളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നത്. അതുവരെ അവളുടെ കണ്ണുകൾ കവി ശ്രദ്ധിച്ചില്ല. നോക്കൂ കവിയാകുന്നത് എങ്ങനെയെന്ന്, കവിത എങ്ങനെയെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. രക്തം തുടിച്ചു തളം കെട്ടി നിൽക്കുമാ കത്തിക്കയറും മിഴികളിൽ രണ്ടിനും കണ്ടു ഞാൻ ചെഞ്ചില്ലു കൂട്ടിൽ പിടിച്ചിട്ട 2 പിടയുന്ന നീല മത്സ്യങ്ങളെ. ഐഷയുടെ കണ്ണ്, വേറൊരു പെണ്ണിനുമില്ലാത്ത കണ്ണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. രക്തം തുടിച്ചു തളം കെട്ടി നിൽക്കുമാ കത്തിക്കയറും മിഴികളിൽ രണ്ടിലും കണ്ടു ഞാൻ ചെഞ്ചില്ലു കൂട്ടിൽ പിടിച്ചിട്ട 2 പിടയുന്ന നീല മത്സ്യങ്ങളെ. കവിത പൂത്തു കയറുന്നത് കണ്ടോ? അവിടെയാണ് ഐഷയെ തിരിച്ചറിയുന്നത്. പോട്ടെ, ഞാൻ പറയുന്നത് മലയാളത്തിൽ ഈ ഖണ്ഡകാവ്യം, മലയാളത്തെ രക്തമാംസങ്ങൾക്കുള്ളിൽ ക്രൂരമാം മതത്തിന്റെ ചിത്തരോഗാണുക്കളുമായി അവർ തമ്മിൽ തല്ലിയെന്ന് ഐഷയിൽ ഉപയോഗിക്കുന്നുണ്ട്.
ഇത് മനോഹരമായ ഇവിടുത്തെ വർഗീയതക്കെതിരെയുള്ള നിലപാട് അദ്ദേഹം അന്നേ പ്രഖ്യാപിച്ചു. രക്തമാംസങ്ങൾക്കുള്ളിൽ ക്രൂരമാം മതത്തിന്റെ ചിത്തരോഗാണുക്കൾ. ചിത്തരോഗാണു എന്ന് ഉപയോഗിച്ച വയലാറാണ്, വേറെ ആരും ഉപയോഗിച്ചില്ല. ഈ അധികമായ മതസ്പർദ്ധ ഉണ്ടാക്കുന്നവരുടെ ആ തരം കാര്യങ്ങളെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും നാലണ കിട്ടില്ല തെണ്ടിയാൽ കിട്ടില്ല തെണ്ടിയാൽ രാത്രിയിൽ നാലണ കിട്ടും കടക്കണ്ണനക്കിയാൽ എന്ന് വയലാർ എഴുതിയത് അതിനകത്താണ്. നോക്കൂ, വയലാർ എഴുതിയത് അതിനകത്താണ്. കാലണ കിട്ടില്ല തെണ്ടിയാൽ രാത്രിയിൽ നാലണ കിട്ടും കടക്കണ്ണനക്കിയാൽ എന്ന് പറഞ്ഞത് അതിനകത്താണ്. പോട്ടെ, ഞാൻ പറഞ്ഞത് മലയാളികളും സാംബശിവന്റെ കഥാപ്രസംഗത്തിലൂടെയൊക്കെ ഏറ്റെടുത്തതാണ് ഈ കവിതയാണിത്. അപ്പൊ 23 വയസ്സിലെ വരവറിയിച്ചു കവിതാ രംഗത്തേക്ക് കടന്നു വന്ന കവിയാണ് എന്നുള്ളത് വരവറിയിച്ചു. നോക്കൂ, വിപ്ലവ കവി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. പണ്ടിവിടത്തെ തൊഴിലാളികളെ കണ്ടിട്ടുള്ളവരുണ്ടാകും, അവരെ കണ്ടാൽ സമുദായത്തിന് അടിമുടി കലികേറും ദുശകുനങ്ങൾ, നാട് മുടിക്കാൻ പിച്ച നടക്കും പ്രശ്നങ്ങൾ, എഴുന്നേൽക്കാൻ വയ്യൊന്നിനുമെന്നാൽ മിഴികളിലൊക്കെ തീയെരിയും. കണ്ടോ, വെടികൊണ്ട് അന്ന് തുളഞ്ഞ മരങ്ങൾ കിടിവെട്ടുന്നൊരു കഴിവില്ലേ എന്നെഴുതിയ കവിയ വയലാർ. പുന്നപ്ര വയലാർ സംഭവത്തെ തുടർന്ന് എഴുതിയ കവിതയില് അദ്ദേഹം എഴുതിയ പണ്ടിവിടുത്തെ തൊഴിലാളികളെ കണ്ടിട്ടുള്ളവരുണ്ടാകുമെന്ന്. പണ്ടിവിടുത്തെ തൊഴിലാളികളെ, ഞാൻ പറഞ്ഞ വരികൾ, പണ്ടിവിടുത്തെ തൊഴിലാളികളെ കണ്ടിട്ടുള്ളവരുണ്ടാകും, അവരെ കണ്ടാൽ സമുദായത്തിന് അടിമുടി കലികേറും ദുശകുനങ്ങൾ, നാട് മുടിക്കാൻ പിച്ച നടക്കും പ്രശ്നങ്ങൾ. തൊഴിലാളികളെ സമുദായവും വരണ്യവർഗവും കണ്ടത് അങ്ങനെയായിരുന്നു. എഴുന്നേൽക്കാൻ വയ്യൊന്നിനും എന്നാൽ മിഴികളിലൊക്കെ തീയെരിയും. കണ്ടോ, ഒറ്റെണ്ണത്തിന് എഴുന്നേൽക്കാൻ വയ്യ, അസ്ഥികൾ അരിയിട്ട കൂടാ, പക്ഷെ അവരുടെ കണ്ണുകളിൽ തീ ഉണ്ടായിരുന്നു. ആ തീ പടർത്തിയതാണ് നവോത്ഥാന കാലം, നമ്മളറിയുക. അപ്പോ അങ്ങനെ കയറു പിരിക്കും തൊഴിലാളിക്കൊരു കഥയുണ്ട്, ഉജ്ജ്വല സമരകഥ, അത് പറയുമ്പോൾ എന്നുടെ നാടിന് അഭിമാനിക്കാൻ വകയില്ലേ എന്ന് അദ്ദേഹം കുറിച്ചിട്ടു. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിന് എൻ സർഗശക്തിയാം എൻ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. നോക്കൂ, അപ്പോ നിങ്ങൾ കണ്ടോ എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ എന്ന് വെല്ലുവിളിച്ച് ചോദിച്ചു. ആ വെല്ലുവിളിയിൽ കേരളം നടുങ്ങി. കേരളം അദ്ദേഹത്തോടൊപ്പം കുതിരപ്പുറത്ത് സഞ്ചരിച്ചു. വിപ്ലവ തീ ആളിക്കത്തി കേരളത്തിലെമ്പാടും കവിതകളേറ്റ് ചൊല്ലി. 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ സെന്ററി എന്നൊക്കെ നമ്മൾ പറയും. അതിന്റെ ശതാബ്ദി ആഘോഷത്തിൽ ഒരു കവിത വേണമെന്ന് വയലാറിനോട് ആവശ്യപ്പെട്ടു. ONV ആണ് നിർബന്ധിച്ചത്. ബലികുടീരങ്ങളെ എന്ന ഗാനം അങ്ങനെയാണ് എഴുതപ്പെട്ടത്. പിന്നീടാണ് അത് തോപ്പിൽ ഭാസിയുടെ നാടകത്തിലേക്ക് സർവേക്കല്ലിന്റെ അവതരണ ഗാനമൊക്കെ ആയിട്ട് മാറിയത്. ഞാനിത് പറഞ്ഞത് അങ്ങനെ വീണ്ടും മലയാളത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടു. ആ ഗാനം കേരളത്തിലെ എമ്പോണ്ടും പഞ്ഞിക്കെട്ടിന് തീ പിടിക്കുന്ന പോലെ തീ പിടിച്ചു. ONVയോട് ഒരിക്കൽ വയലാർ മരിച്ചതിന് ശേഷം ചോദിച്ചു, വയലാറുമായി നല്ല ചങ്ങാത്തത്തിലായിരുന്നല്ലോ, വയലാറിനെ കൊണ്ടുവന്നത് ONV ആണ്, അതിലേക്കൊന്നും പോകാൻ എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം എഴുതിയ കവിതകളിൽ ഏറ്റവും ഇഷ്ടമുള്ള കവിത ഏതാണ്? സർഗസംഗീതമായിരിക്കും എല്ലാവരും പ്രതീക്ഷിച്ചത്. സർഗസംഗീതമാണ് വയലാർ എഴുതിയ കവിതകളിൽ ഏറ്റവും മനോഹരമായ കവിത എന്ന് നിരൂപകന്മാർ പറയുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമീ പ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യമെൻ ദർശനം. ഇങ്ങനെയാണ് തുടങ്ങുന്നത്. നോക്കൂ, എന്തോ കവിതയുടെ ഒരു ആഴം, എന്താ കവിതയുടെ ഒരു ദർശനം. ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നുമല്ല എൻ്റെ ദർശനം എന്ന കവിതയിൽ കവി പറയുകയാണ്. അനുവാചകർ ഞെട്ടി. ഒപ്പം ഇടതുപക്ഷ ജനാധിപത്യ ചേരിയിൽ കവിയോടൊപ്പം ഉറച്ചു നിന്നവർ, കവിയെക്കുറിച്ച് വലിയ സങ്കല്പങ്ങൾ മെനഞ്ഞവർ, സ്വപ്നങ്ങൾ മെനഞ്ഞവർ ഒക്കെ ഞെട്ടിയോ? കവി ഇങ്ങനെ പറയുമ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞതല്ല എൻ്റെ ദർശനം. പിന്നെ എന്താണ് എൻ്റെ ദർശനം? അദ്ദേഹം പറയുക, ആരണ്യാന്തര ഗഹ്വരോദര തപ സ്ഥാനങ്ങളിൽ. പണ്ടത്തെ ഋഷീശ്വരന്മാരുടെ കാര്യമായി പറയുന്നത്.
സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോത്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യം എൻ ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി. കവിത വായിച്ചു വന്ന അനുവാചകർ വീണ്ടും ഞെട്ടി. വാളല്ലൻ സമരായുധം, വാളല്ലൻ സമരായുധം, ഝണ ധ്വാനം മുഴക്കിയിടുവാൻ ആളല്ല, എൻ കരവാളു വിറ്റൊരു മണി പൊൻവീണ വാങ്ങിച്ചു ഞാൻ. ഞെട്ടാതിരിക്കുവോ? വാളല്ലൻ സമരായുധം, ചോരയല്ല എന്റെ സമരം എന്ന് പറയുമ്പോൾ ആയുധവുമായി സമരത്തിനിറങ്ങണം. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച ആളുകൾ ഒന്ന് ഞെട്ടി. ഈ കവി പറയുന്നത് എന്താണ്? വാളല്ലൻ സമരായുധം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്നിട്ട് അദ്ദേഹം അതിന് അടിവരയിടുകയാണ്. താളം, രാഗം, ലയം, ശ്രുതി, സ്വരം ഇവയ്ക്കല്ലാതൊന്നിനും കുത്തുകൾ തീർക്കുവാൻ കഴിയുകില്ലൻ പ്രേമ തീർത്ഥങ്ങളിൽ എന്ന്. എന്തൊരു പറച്ചിലാണിത്! താളം, രാഗം, ശ്രുതി, ലയം, സ്വരം ഇവയ്ക്കല്ലാതൊന്നിനും ഓളക്കുത്തുകൾ തീർക്കുവാൻ കഴിയുകില്ലൻ പ്രേമതീർത്ഥങ്ങളിൽ നിന്ന് അദ്ദേഹം പറയുകയാണ്. പക്ഷെ ഒരിക്കലും വയലാർ അദ്ദേഹം നിന്ന പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തതല്ല, അതിൽ നിന്ന് മാറിയതല്ല. പക്ഷെ വയലാറിന്റെ വലിയൊരു തിരിച്ചറിവുണ്ടത്. കാരണം എന്നും സ്നേഹത്തിന്റെ പക്ഷത്ത്. ഈ പ്രകൃതിയിൽ എങ്ങാനും എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ വിശ്വതലത്തിന്റെ കർമ്മമേഖലകളിൽ ജീവിതം നോവുമ്പോൾ എൻ ആത്മാവ് നൊന്തിയിടുന്നു എന്ന് പറഞ്ഞ കവി, ഈ വിശ്വതലത്തിന്റെ കർമ്മമേഖലകളിൽ ജീവിതം നോവുമ്പോൾ എൻ ആത്മാവ് നൊന്തിയിടുന്നു എന്ന പറഞ്ഞ കവിക്ക് ഇങ്ങനെയല്ലേ പറയാനാവൂ? പക്ഷേ ONV സാർ പറഞ്ഞത് സർഗസംഗീതമല്ല. ONV സാർ പറഞ്ഞത് ആത്മാവിലൊരു ചിതയാണ്. ONV സാർ ആത്മാവിലൊരു ചിത പറഞ്ഞു. നോക്കൂ, ആത്മാവിലൊരു ചിതയാണ് അദ്ദേഹത്തിന്റെ കവിതയിലെ ഏറ്റവും നല്ല കവിത എന്ന് പറഞ്ഞു. 1980കളിൽ ഏതാണ്ട് 90 വരെ കേരളത്തിന്റെ കലാലയങ്ങളിൽ സ്റ്റേറ്റ് കലോത്സവത്തിൽ ഉൾപ്പെടെ 1-ാം സ്ഥാനമായിരുന്നു ആ കവിതയ്ക്ക്. നിങ്ങൾക്കറിയാം, അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും അന്ന് നിശബ്ദമായി, കത്തുന്നു കാറ്റിന്റെ കാണാത്ത കൈകളിൽ എത്തിപ്പിടിക്കാൻ നിലവിളക്കിന്തിരി, വന്നവർ 4 കെട്ടിൽ തങ്ങി നിന്നുപോയി ഞാന്ന നിഴലുകൾ മാതിരി, ഇത്തിരി ചാണകം തേച്ച വെറും നിലത്ത് അച്ഛൻ ഉറങ്ങാൻ കിടന്നതെന്തിങ്ങനെ. ലളിതമായി, ലളിത സുഭഗമായി എഴുതി പോവാ. ചുമ്മാ നിങ്ങൾക്കുള്ളതുപോലെ നാട്ടിൽ ഞങ്ങൾക്കുണ്ടൊരു മുത്തശ്ശി, കഥ പറയാറുണ്ട് അന്തിക്കോരോ കവിതകൾ മാനത്തുലയുമ്പോൾ എന്ന് എഴുതിയതുപോലെ, താമര പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ എന്ന് പറയുന്നത് പോലെ വയലാർ എഴുതി പോണോ ഇതെല്ലാം. നെടുകെ വെളിച്ചം പരന്നിരുന്നു, നേരം വെളുക്കുകയായിരുന്നു, കാലത്ത് എഴുന്നേറ്റിരുന്നു, ഞാൻ എൻ്റെ കവിത കുറിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ തനി ഗദ്യം പോലെ തോന്നൂല്ലേ നമുക്ക്? തനി ഗദ്യം പോലെ തോന്നും. അതുപോലെ ലളിത സുഭഗമായി പറഞ്ഞേക്കുവാണ്. ഇത്തിരി 4 വയസ്സു തികഞ്ഞില്ലെനിക്കെടുത്തോലകളെല്ലാം ഉരുവിട്ടു തീർത്തു ഞാൻ, ആര് വന്നാലും കിളി പോലെ ഞാൻ ചൊല്ലും ആ മുതലിട്ട വരയ്ക്കുള്ള വാർത്തകൾ, അന്നെനിക്കൊട്ടും മനസ്സുഖമില്ലെന്റെ ചന്ദനപ്പമ്പരം എങ്ങോ കളഞ്ഞുപോയി. അച്ഛൻ മരിച്ചു കിടക്കുക. യഥാർത്ഥ അനുഭവമാട്ടോ വയലാർ എഴുതിയേക്കുന്നത്. 4 വയസ്സ് തികഞ്ഞിട്ടില്ല അച്ഛൻ മരിക്കുമ്പോൾ. ആ ഓർമ്മയിൽ നിന്നാണ് ഈ കവിത എഴുതിയത്. അച്ഛന്റെ കൺപീലി പോയി മെല്ലെ തുറക്കുകയാണ് അല്ലേ? അച്ഛന്റെ കൺപീലി മെല്ലെ പോയി അച്ഛന്റെ കൺപീലി തുറക്കുന്ന കൊച്ച്. ആരോ വന്ന് എന്നെ എടുത്തു തോളത്തിട്ട് കൊണ്ടുപോയി, കണ്ണീർ അയാളിലും കണ്ടു ഞാൻ. എന്തുകൊണ്ടാണ് ഇന്ന് എന്നെ അച്ഛൻ ഉണരാത്തതെന്ന് എന്നെ എടുത്തയാളോട് ചോദിച്ചു ഞാൻ. കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചു പോയെന്നയാൾ നെഞ്ഞകം പിഞ്ഞി പറഞ്ഞു മറുപടി. അച്ഛൻ മരിച്ചതേയുള്ളൂ, മരിക്കുന്നത് അത്ര കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ. കേട്ടോ നിങ്ങൾ? അച്ഛൻ മരിച്ചതേ ഉള്ളോ? ഓഹോ, അത്രേ ഉള്ളൂ. മരിച്ചുപോയി എന്ന് കേട്ടപ്പോ അച്ഛൻ മരിച്ചു പോയുള്ളൂ, അത്രേ ഉള്ളൂ. ആലപ്പുഴയ്ക്ക് പോയെന്ന് കേൾക്കുന്നത് പോലൊരു തോന്നലാണ് ഉണ്ടായത് അപ്പോഴും. ആലപ്പുഴയ്ക്ക് പോയി വന്നാൽ എനിക്കച്ഛൻ ആറഞ്ച് കൊണ്ടെത്തരാറുള്ളതോർത്തു ഞാൻ. ഇനിയാണ് ഹൃദയഭേദകം. എന്നിട്ടും അങ്ങേ മുറിക്കകത്തെന്തിനാണ് അമ്മ കരയുന്നതിപ്പോഴും? ചാരത്ത് ചെന്ന് ഞാൻ ചോദിച്ചതമ്മയോട്, ആരാണ് കൊണ്ടെക്കളഞ്ഞതൻ പമ്പരം? കെട്ടിപ്പിടിച്ചമ്മ പൊട്ടിക്കരഞ്ഞുപോയി, കുട്ടനെ ഇട്ടേച്ചു പോയിതെന്തിങ്ങനെ? അച്ഛനുണ്ടപ്പുറത്ത് ഇത്തിരി മുമ്പ് ഞാൻ
അച്ഛനെ കണ്ടതാണ് ഉത്തരം നൽകി ഞാൻ. അമ്മ പറഞ്ഞു, മകനെ, നമുക്കിനി നമ്മളെയുള്ളൂ, നിന്നച്ഛൻ മരിച്ചുപോയി. വെള്ളമൊഴിച്ചു കുളിപ്പിച്ചൊരാൾ, പിന്നെ വെള്ളമുണ്ടിട്ട് പുതപ്പിച്ചിതച്ഛനെ, താങ്ങിപ്പുറത്തേക്കെടുത്തു രണ്ടാളുകൾ, ഞാൻ കണ്ടു നിന്നു കരയുന്നു കാണികൾ. അമ്മ ബോധം കെട്ടു വീണുപോയി. തൊട്ടടുത്ത് അങ്ങേപ്പറമ്പിൽ ചിതാഗ്നിതൻ ജ്വാലകൾ. ആ ചിതാഗ്നിക്ക് വലം വെച്ചു ഞാൻ, എന്തിനച്ഛനെ തീയിൽ കിടത്തുന്നു നാട്ടുകാർ. ഇത്തിരി കൂടി വളർന്നു ഞാൻ, ആ രംഗം ഇപ്പോഴും ഓർക്കുമ്പോൾ നടുങ്ങുന്നു മാനസം. എൻ അന്തരാത്മാവിനുള്ളിലെ തീയിൽ വെച്ച് എൻ ഓർമ്മ ഇന്നും ദഹിപ്പിക്കും അച്ഛൻ. നോക്കൂ, നമ്മുടെ ഓർമ്മകളും ഇങ്ങനെയാണ്. ഈ കവിയുടെ കവിത ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കേ, കവി മരിച്ച് ഏതാനും ദിവസങ്ങൾക്കകം ഭാസ്കരൻ മാഷ് ഒരു കവിത എഴുതി. ഭാസ്കരൻ മാഷ് എഴുതിയ കവിതയില് ഭാസ്കരൻ മാഷ് ഇങ്ങനെ എഴുതി: താന്തനായി നിശബ്ദപാതനായി പതിരാ പൂന്തിങ്കൾ ഇപ്പോഴും തൻ പുഷ്പചക്രമായി, ആ കായൽ വക്കിൽ കരിങ്കൊടി വള്ളിയിൽ രാക്കുയിൽ കണ്ഠം വിതുമ്പിയിരിക്കവേ, എഴിലം പാല കുടക്കീഴിൽ യാമിനി ഏകാന്ത ശോക വിമൂഖമിരിക്കവേ, നിന്റെ മരണകുടീരം ഇടയ്ക്കിടെ കണ്ടു മടങ്ങിടാറുണ്ടെന്നറിഞ്ഞു ഞാൻ. ഭാസ്കരൻ മാഷിനെ ഇങ്ങനെ കുറിക്കാൻ പറ്റൂ. എങ്ങനെയാണ്? ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. താന്തനായി നിശബ്ദപാതനായി പാതിരാ പൂന്തിങ്കൾ ഇപ്പോഴും തൻ പുഷ്പചക്രമായി, നിന്റെ മരണകുടീരം ഇടയ്ക്കിടെ കണ്ടു മടങ്ങിടാറ് ഉണ്ടെന്നറിഞ്ഞു ഞാൻ എന്ന്. അതിനിടയിൽ കായലിന്റെയും ആലപ്പുഴയുടെയും പ്രകൃതി വർണ്ണന. ആ കായൽ വക്കിൽ കരിങ്കൊടി വള്ളിയിൽ രാക്കുയിൽ കണ്ഠം വിതുമ്പിയിരിക്കവേ, എഴിലമ്പാലക്കുടക്കീഴിൽ യാമിനി ഏകാന്ത ശോക വിമൂഖമിരിക്കവേ. ഭാസ്കരൻ മാഷ് കുറിച്ചിട്ടു. വേറൊരു കവി എഴുതി: അഗ്നിയിൽ നിന്നും കുരുത്തു വളർന്നു ഞങ്ങളുടെ രാജകുമാരൻ. അഗ്നിയിൽ നിന്ന് കുരുത്തു വളർന്നു ഞങ്ങളുടെ രാജകുമാരൻ, നാടിൻ അസ്ഥിത്തറകളിൽ നിന്നും ഉറക്കെ പാടിയതേറ്റൊരു ജനതയുണർന്നു. കയറു വിരിക്കും തൊഴിലാളികളുടെ കരളിൽ തങ്ക തൂലിക മുക്കി, കവിത കുറിക്കെ കാവ്യാങ്കനയുടെ കടമിടി മുനയിൽ തീപ്പൊരി കണ്ടു. നോക്കൂ, ഒരു കവിയെ കുറിച്ച് ഇതിനപ്പുറം വേറെ ആര് പറയണം? എന്താണ് ആ വിപ്ലവ വീര്യത്തെക്കുറിച്ച് ഇതിനപ്പുറം എന്ത് വേണം പറയാൻ? നിങ്ങൾ നോക്കിയേ, കയറ് പിരിക്കും തൊഴിലാളികളുടെ കരളിൽ തങ്ക തൂലിക മുക്കി, കവിത കുറിക്കെ കാവ്യാങ്കനയുടെ കടമിടി മുനയിൽ തീപ്പൊരി കണ്ടു എന്നെഴുതി. അതായിരുന്നു ഇത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വിപ്ലവ രംഗത്ത്, സ്നേഹ സാമ്രാജ്യങ്ങൾ തീർക്കുന്ന രംഗത്ത്, ഒപ്പം തന്നെ നാടിന്റെ അസ്വാഭാവിക രീതികൾക്കെതിരെ എന്ന് വേണ്ട ഒരു കവി എവിടെയൊക്കെ നിലയുറപ്പിക്കണോ അവിടെ എല്ലാം നിലയുറപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പടയോട്ടമായിരുന്നു. 47 വയസ്സ് വരെ. ഇതിനിടയിൽ അപാരമായ പാണ്ഡിത്യം. എവിടെ? കാളിദാസനെ വായിച്ച്, ഭാസനെ വായിച്ച്. നോക്കൂ, എന്ന് മാത്രമല്ല, രാമായണത്തെ അധികരിച്ച്, മഹാഭാരതത്തെ അധികരിച്ച്, ഇത്രയേറെ, എത്ര മനോഹരം. നിങ്ങളിപ്പോ രാവണപുത്രി കേട്ട് കാണും. രാവണപുത്രി താരതമ്യേന അപ്രസക്തമായ ഒരു വിഷയത്തെ, കമ്പരാമായണത്തിലെ ഒരു വിഷയമാണത്. ആരും കാര്യമായി ചർച്ച ചെയ്തിട്ട് പോലുമില്ല. കേരളം ഈ കവിതയ്ക്ക് ശേഷമാണ് അത് ചർച്ച ചെയ്യുന്നത്. സീത രാവണന്റെ പുത്രിയാണ് എന്നൊരു മതം, ഇല്ലേ? സീത രാവണന് കാട്ടിൽ വെച്ച് വേദവതിയിൽ ഉണ്ടായ പുത്രിയാണ്. വേദവതിയെ കാട്ടിൽ വെച്ച് അദ്ദേഹം, അവളുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അവളെ കല്യാണം കഴിപ്പിക്കാനിരുന്ന ഒരാളെ മാത്രം തപസ് ചെയ്തിരുന്ന കാട്ടിൽ വെച്ച് ക്രൂരമായ ബലാത്സംഗത്തിനിരയായ വേദവതി രാവണനോട് പറഞ്ഞത്രേ, നീ മരിക്കും, നിനക്കെന്നിൽ ജനിക്കും പെൺകുഞ്ഞിനാൽ. നീ മരിക്കും, നിനക്കെന്നിൽ പിറക്കും പെൺകുഞ്ഞിനാൽ എന്ന് അന്നേ പറഞ്ഞതാണ്. ആ ശാപം രാവണന്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഈ സീതയെ കട്ടുകൊണ്ടു പോകാനുള്ള, സീത പെൺകുഞ്ഞാണ്, സീതയെ കൊണ്ടുപോകാനുള്ള ഒരു കാരണം അതാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ആ രാമായണ യുദ്ധം, രാവണ യുദ്ധം കഴിയുമ്പോ മാഷ് വന്നിരുന്നത് സമയത്തിന്റെ, എന്നാലും ഒരു കവിതയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, അപ്പൊ യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടി കുഴച്ചു രണാങ്കണം.
രക്തമൊഴുകി തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. ഓ, എങ്ങനെയാണ് ഒരു കവിത തുടങ്ങുന്നത്? യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടി കുഴച്ചു രണാങ്കണം. രക്തമൊഴുകി തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. ധൂമില സംഗ്രാമ രംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ തെന്നൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ. ഇങ്ങനെയാണ് കവിത ആരംഭിക്കുന്നത്. നോക്കൂ, അവളെക്കുറിച്ച് പറയുമ്പോ, സീതയെക്കുറിച്ച് പറയുമ്പോ ഞാൻ ഇതിൽ നീട്ടുന്നില്ല, ഞാൻ പറയുന്ന ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താതിരിക്കാനാവില്ലാത്തത് കൊണ്ടാണ്. എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് രാവണൻ! 10 തല മാത്രമോ? അതിന് പോകുന്ന ബുദ്ധി, അതിന് പോകുന്ന ശക്തി, എല്ലാ സുഖ സൗകര്യങ്ങളും രാജകൊട്ടാരത്തിൽ എല്ലാമുണ്ട്. അത് കവി പറയുന്നത് ഇങ്ങനെയാണ്: ചന്ദ്രിക ചന്ദനം കൊണ്ടുവന്നീടിലും പൊന്നശോകങ്ങൾ വിരിഞ്ഞു നിന്നീടിലും ഇങ്കു ചോദിച്ച് മണിത്തൊട്ടിലിൽ കിടന്ന് ഇന്ദ്രജിത്ത് 1000 വട്ടം ചിരിക്കിലും ശ്രഷ്ണ ശിലാമണിഹർമ്മ്യത്തിൽ മാദക സ്വപ്നമായ ഹംസതൂലികാശയ്യയിൽ മല്ലീശ്വരന്റെ പുതിയ പൂവമ്പുമായി മണ്ടോദരി വന്നടുങ്ങിക്കിടക്കിലും കണ്ണൊന്നടച്ചാൽ കരളിനകത്തൊരു പൊന്നിൻ ചിലമ്പു കിലുക്കും കുമാരിക. ഇതാണ് സീത. അയാൾക്ക് കണ്ണടച്ചു. മണ്ടോദരി വന്ന് കിടക്കുന്ന കിടപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. മണ്ടോദരി അല്ലേ? അപ്പൊ മണ്ടോദരി വന്ന് പറഞ്ഞത് മല്ലീശ്വരന്റെ പുതിയ പൂവമ്പുമായി മണ്ടോദരി വന്ന് അടുങ്ങിക്കിടക്കിലോ. അത് എവിടെ വന്നാ കിടക്കുന്നത്? അതാണ് കൃഷ്ണശിലാമണിഹർമ്മ്യത്തിൽ മാദക സ്വപ്നമായ ഹംസതൂലികാശയ്യയിൽ മല്ലീശ്വരന്റെ പുതിയ പൂവമ്പുമായി മണ്ടോദരി വന്നടുങ്ങിക്കിടക്കിലും കണ്ണൊന്നടച്ചാൽ കരളിനകത്തൊരു പൊന്നിൻ ചിലമ്പു കിലുക്കും കുമാരിക. എല്ലാം പറഞ്ഞു, മകളുടെ കാൽ പിടിച്ചെല്ലാം പറഞ്ഞു മടങ്ങിത്തിരിക്കവേ തൻ നെഞ്ചിൽ വീണ കുമാരിതൻ മായാത്ത കണ്ണീരിനുള്ളിൽ പിതൃത്വം തളിർത്തുപോയി എന്നാണ് അതിനകത്ത് പറയുന്നത്, രാവണപുത്രയിൽ പറയുന്നത്. ഞാൻ ഏതായാലും പറയാൻ അനവധിയല്ലേ, നിരവധിയല്ലേ. വയലാർ കവിതകൾ അവസാനിക്കുന്നില്ലല്ലോ എൻ്റെ നാവിൻ തുമ്പത്ത്. എന്തോരം കവിതകൾ! ഉമ്മർ പറയാനുണ്ട്, മാനിഷാദ പറയാനുണ്ട്, പാദമുദ്രകൾ പറയാനുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട എത്രയോ കവിതകൾ ആയിരക്കണക്കിന് ഇനിയും പറയാനുണ്ട്. പക്ഷെ താടക എന്ന രാജകുമാരിയിലെ ഒരു ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മലയാളക്കര കണ്ട ഏറ്റവും മനോഹരമായ ഭാവഗീതങ്ങളിൽ ഒന്നാണത്. ഇല്ല, ഏറ്റവും മനോഹരം താടക എന്ന ദ്രാവിഡ രാജകുമാരി. അതിനകത്ത് രാഷ്ട്രീയവും ഉണ്ട്, അതിനകത്ത് ഈ പറയുന്ന ജാതിയുണ്ട്, എല്ലാം ഉണ്ട്. അത് പറഞ്ഞു വരുന്നത് അതിനകത്ത് രാമായണ വിമർശനമുണ്ട്. എല്ലാം പറയുന്ന അതിമനോഹരമായ കൃതിയാണ്. അപ്പോ വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മൊട്ടിടും ഫാൽഗുന സന്ധ്യയിൽ പാർവതീ പൂജയ്ക്ക് പൂന്നുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാര വീതിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. ഇത് താടകയുടെ വീക്ഷണമാണ്, താടകയുടെ കാഴ്ചയാണ് ഈ പറയുന്നത്. ഈ തപോധനൻ വിശ്വാമിത്രനാണ്, നിങ്ങൾക്കറിയാം, വിശ്വാമിത്രനായി കൊണ്ടു നടക്കുന്നത്. അപ്പോ താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ, സാക്ഷാൽ പരശുരാമൻ, ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാര വീതിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. സ്ത്രീഹൃദയത്തിൽ ഉന്മാദമുണർത്തുമാ മോഹന ഗോപാംഗ ഭംഗി നുകർന്നവൾ കണ്ണെടുക്കാതെ ഒരഭൗമ രോമാഞ്ചമായി നിന്നാൾ. സലജ്ജം സകാമം സവിസ്മയം. ഒരു പെണ്ണ് ഒരാണിന്റെ സൗന്ദര്യം എന്ന് പറയാവോ? എനിക്കറിഞ്ഞുകൂടാ. ശ്രീരാമന്റെ ശരീര സൗന്ദര്യത്തെ, ഗാത്ര സൗഭാഗ്യത്തെ അവൾ ഇതുപോലെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുമോ? കണ്ണെടുക്കാതൊരഭൗമ രോമാഞ്ചമായി നിന്നാൾ. സലജ്ജം സകാമം സവിസ്മയം എന്ന്.
അവളെ കൊല്ലാനാണ്. എൻ്റെ ഇടയ്ക്ക് സംഭവങ്ങളൊക്കെ പറയുന്ന സമയത്തിൻ്റെ കുറവുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. വില്ല് കുലയ്ക്കൂ, ശരം തൊടുക്കൂ, രാമ കൊല്ലൂ, നിശാചരിയാണവൾ, നിശാചരി താടക എന്ന നിശാചരിയാണവൾ എന്നാ പറഞ്ഞത്. അങ്ങനെയാണ് താടകയെ കൊല്ലിക്കുന്നത്. ആര്യ ഗോത്ര തലവന്മാർ അനുചരന്മാരുമായി സംഘങ്ങളായി വന്ന് സംസ്കാര സംഹിതയാകെ തിരുത്തി കുറിച്ച നാൾ എന്നതിനെക്കുറിച്ച് അദ്ദേഹം രാഷ്ട്രീയം പറയുന്നുണ്ട് കവിതയിൽ. പറഞ്ഞു പോകാൻ അനവധി. വായനക്കാരെ വരുവിൻ, നമ്മൾക്കൊരായിരം കൂട്ടങ്ങളില്ലേ പറയുക എന്ന് പറഞ്ഞ കവിയും വയലാർ തന്നെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ള 1000 കൂട്ടങ്ങളാണ് കവിയെക്കുറിച്ച്. 1000 കവിതകളാണ് എനിക്ക് ഈ കവിയെക്കുറിച്ച് പറയാനുള്ളത്. കവിത ബാക്കി കിടക്കുകയാണ്. പക്ഷേ മനുഷ്യന്റെ അജയ്യതയെ, മനുഷ്യന്റെ ശാസ്ത്രബോധത്തെ, മനുഷ്യന്റെ മിഥ്യാബോധത്തെ ഒക്കെ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് കടന്നാൽ അത് മാത്രമേ ഉള്ളൂ. അതിന് തന്നെ വേണം ഒരു മണിക്കൂർ. അതിലേക്കൊന്നും ഞാൻ കിടക്കും. നിങ്ങൾക്കറിയാവുന്ന സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, ചന്ദ്രകളഭത്തിന്റെ. അങ്ങനെ തോന്നിയാൽ എത്രയോ മനോഹരമായ ഗാനങ്ങൾ എഴുതി. ശ്ലീലവും അശ്ലീലവും എഴുതി. അശ്ലീലം എഴുതുമ്പോൾ അത് ശ്ലീലമാണെന്ന് തോന്നിപ്പിച്ചു. ആ നിറഞ്ഞ മാറിലെ ആദ്യ നഗക്ഷതം മറക്കുവാനേ കഴിയൂ എന്ന് കൊച്ചുകുട്ടികൾ പോലും പെൺകുട്ടികൾ പോലും പാടി നടക്കുമ്പോൾ അതെന്താണെന്ന് പിള്ളേർക്ക് മനസ്സിലാവില്ല. കൂന്തലാൽ മറയ്ക്കുവാനേ കഴിയൂ എന്ന് പാടുമ്പോൾ മനസ്സിലായില്ല. അരഞ്ഞാൻ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് അശ്ലീലമായിട്ട് ആർക്കും തോന്നിയില്ല. പക്ഷെ അശ്ലീലമാണ് താനും. എന്നാൽ അത് ശ്ലീലമായി പറയും. അപ്പോ അതുപോലെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ എന്ന് പറയുന്ന അശ്ലീലമാണ് തീർത്തും. ഇളനീർ കുടമിൽ നുടയ്ക്കും ഞാൻ എന്നൊക്കെ പറയുന്ന അശ്ലീലമാണ്. പക്ഷേ അതൊന്നും ആർക്കും തോന്നുകയില്ല. അതുപോലെ സുന്ദരമായിട്ട് അത് പറയാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അതുപോലെ ഭക്തികൾ. ഇദ്ദേഹം ഈ നാസ്തികനാണെന്നൊക്കെ പറഞ്ഞാലും ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്ന് പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആർക്കിങ്ങനെ എഴുതാൻ കഴിയും? ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ. ദേവരാജൻ മാഷ് ഭയങ്കര നാസ്തികനായിരുന്നു. ഇദ്ദേഹം അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു. വയലാർ അമ്മ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. നാസ്തികൻ ഒരിക്കലും അമ്പലത്തിൽ പോകാത്ത ആളായിരുന്നു ദേവരാജൻ മാഷ്. ദേവരാജൻ മാഷാണ് ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ എന്ന പാട്ടിന് ഈണം നൽകിയത്. അത് ചെത്തിമന്ദാരം തുളസി. ഞാൻ പറയാൻ വന്നത്, ഈ യേശുദാസ് ഇത് പാടുക. യേശുദാസ് ഇത് പാടിയപ്പോൾ ദേവരാജൻ മാഷ് വയലാറിനോട് പറയുക, കുട്ടാ കർപ്പൂരം മണക്കുന്നല്ലോ എന്ന്. കേൾക്കും നിങ്ങൾ? എവിടെ കർപ്പൂരം മണക്കുന്നല്ലോ എന്ന് ഈ പാട്ട് കേട്ടപ്പോ എന്ന് പറഞ്ഞാൽ അതുപോലെ പാടുവാണ്. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം വരിക. പൊള്ളയായോരുടുക്കുമായി വേട്ടതുള്ളി പാട്ടുപാടി 18ാം പടി ചവിട്ടാൻ വരുന്നു ഞാൻ. ഉള്ളിൽ ഉറങ്ങും അമ്പലക്കിളിയെ ഉണർത്തി എന്നൊക്കെ എഴുതാൻ ആർക്കാണ് കഴിയുക? അദ്ദേഹത്തിന് അല്ലേ പറയൂ, ചെത്തിമന്ദാരം തുളസി ഇല്ലേ? എല്ലാം അങ്ങനെയാണ്. ഞാൻ അതുപോലെ തന്നെ ക്രിസ്ത്യൻ പാട്ടുകൾ, ബാവായ്ക്കും മുത്രനും പരിശുദ്ധ റൂഹായിക്കും, വിശുദ്ധനായ സെബസ്ത്യാനോസ്. ഇന്നും ഞങ്ങളുടെ കത്തോലിക്ക പള്ളിയിൽ വയലാർ ആ പാട്ട് എഴുതിയില്ലെങ്കിൽ പെരുന്നാളിന്റെ ഏത് പാട്ട് കഴിഞ്ഞു? പെരുന്നാളിന് സെബസ്ത്യാനോസിന്റെ പേരിൽ എത്രയോ പള്ളികളുണ്ട്. ആ പള്ളികളിലെല്ലാം വിശുദ്ധനായ സെബസ്ത്യാനോസ് എന്ന ഗാനമില്ലെങ്കിൽ എങ്ങനെ പാടും? എങ്ങനെ വെക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോ അത് വയലാർ എഴുതേണ്ടി വന്നു ഇല്ലേ? എത്ര മനോഹരമായ ഗാനങ്ങളാണ് അദ്ദേഹം എഴുതിയ. അന്തിക്കിടയനെ കാണാതലയും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. എന്താണ് ആ യോഹന്നാനെ കുറിച്ച് എഴുതിയത്? അല്ലെങ്കിൽ ഏതു പാട്ടും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിമനോഹരമായ ഗാനങ്ങൾ ഈ രംഗത്ത് അദ്ദേഹം എഴുതുകയുണ്ടായി. അവസാനം അദ്ദേഹം എഴുതിയ ഗാനത്തിനായിരുന്നല്ലോ ഇത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങൾ ദൈവങ്ങൾ. മനുഷ്യന്റെ മനസ്സായുധപ്പുരകളായി എന്ന് അദ്ദേഹം 74 എഴുതി, 72 മറ്റോ എഴുതി. ഞാൻ പറഞ്ഞത് അത് കൂടിക്കൂടി വരികയാണല്ലോ, പ്രസക്തമാണല്ലോ. എത്രയോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ. സമയം പോയി എന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത് വിളിച്ചതിൽ വളരെയേറെ നന്ദിയുണ്ട്. കാരണം വയലാർ കവിതകളെല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് തോന്നുന്നുണ്ട്. ഇത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പാരം ഇറക്കി വെക്കേണ്ടിയിരിക്കും. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വിളിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം. നിങ്ങൾ നല്ല സദസ്സായിരുന്നു. ഈ സന്ധ്യാലക്ഷ്മി കീർത്തനം പോലെ അദ്ദേഹത്തിൻ്റെ കവിതകളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞല്ലോ. ഉന്നക്കാടൻ മാഷിന് പ്രത്യേകം നന്ദി. നമസ്കാരം. ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ഒറ്റ വാക്കിലെ പറയുന്നതാണ്.